നമസ്കാരം. വെള്ളാപ്പള്ളി നടേശന്റെ ഗുരുനിന്ദ തുടർക്കഥയാകുന്നു. ഒക്കലിൽ പണ്ട് വെള്ളാപ്പള്ളി നടേശൻ പ്രസംഗിച്ചു ഗുരുദേവന് തെറ്റുപറ്റിയെന്ന്. മഹാഗുരുവിന്റെ വാക്യങ്ങളെയും വാചകങ്ങളെയും ദർശനങ്ങളെയും അത് ഗുരുവിന് തെറ്റുപറ്റിയെന്ന് പറയുവാൻ, ബ്രഹ്മമായി മാറിയ ഗുരുവിന് തെറ്റുപറ്റിയെന്ന് പറയുവാൻ 10ാം ക്ലാസ് വിദ്യാഭ്യാസം പോലുമില്ലാത്ത വെള്ളാപ്പള്ളി നടേശൻ തയ്യാറായെങ്കിൽ അത് അക്ഷരാർത്ഥത്തിൽ ഗുരുനിന്ദ തന്നെയാണ്. അതേ വെള്ളാപ്പള്ളി നടേശൻ ശിവഗിരി മഠം സ്ഥാപിച്ചത് മദ്യ കച്ചവടക്കാരുടെ പണം കൊണ്ടാണ് എന്ന് മ്ലേച്ഛമായ ആ പദപ്രയോഗം നടത്തിയത് ശ്രീനാരായണ സമൂഹത്തിന് അപമാനമാണ്. ശിവഗിരി മഠം സ്ഥാപിക്കുന്നത് ചാവർകോട് വൈദ്യന്മാരുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ, ആ കുടുംബവുമായി ബന്ധപ്പെട്ട കുടുംബം, ആ സ്വത്തുക്കളുടെ പകുതിയും അവരുടെ സംഭാവനയാണ്. ബാക്കി സ്വത്തുക്കളൊക്കെ ഗുരുദേവന് കിട്ടിയ സംഭാവനയിൽ നിന്നും ഗുരുദേവൻ സമ്പാദിച്ചതാണ്. ആ ശിവഗിരി കുന്നുകളിൽ 600ഓളം വർക്കലയും അടുത്തുള്ള പ്രദേശങ്ങളിലുമുള്ള 600ഓളം യുവാക്കൾ വളരെ ഫ്രീ ആയി പണിയെടുത്താണ് ആ കുന്ന് ഇടിച്ചു നിരത്തി ഇന്ന് ആ കാണുന്ന രീതിയിലാക്കിയെടുത്തത്. ആ കുന്നിന്റെ മുകളിൽ അവിടെ സമാധി മണ്ഡപം പണിഞ്ഞത് ആരാധ്യനായ ബഹുമാന്യനായ മുത്തോടമാണ്. ആ മുത്തോടം ഷൊർണൂറുള്ള മുത്തോടം കോൺട്രാക്ടറാണ്. ആ മുത്തോടം അത് പണിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ പേരോ പടമോ ഞാനാണ് സംഭാവന ചെയ്തതെന്നും നിർമ്മിച്ചതെന്നും അവിടെ എഴുതി വെച്ചിട്ടില്ല. ആ ശിവഗിരി അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ശിവഗിരി മഠം പണിഞ്ഞത് മദ്യ കച്ചവടക്കാരന്റെ പണം കൊണ്ടാണെന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി നടേശൻ ഈ ശ്രീനാരായണ സമൂഹത്തോടും ശ്രീനാരായണ പ്രസ്ഥാനത്തോടും കാട്ടിയ കൊടിയ വഞ്ചന തന്നെയാണ്. അതേ വെള്ളാപ്പള്ളി നടേശൻ 2007-8 കാലഘട്ടത്തിൽ ഗുരുദേവൻ അരുളി ചെയ്ത ശിവഗിരി പദയാത്ര, ശിവഗിരിയിലേക്കുള്ള തീർത്ഥാടന യാത്ര, ആ തീർത്ഥാടന യാത്രയുടെ ഭാഗമായി ശിവഗിരിയിൽ നടക്കുന്ന ഔദ്യോഗിക ആഘോഷം, തീർത്ഥാടന ഘോഷയാത്രയ്ക്ക് ബദലായി അന്ന് 2007-8 കാലഘട്ടത്തിൽ വെള്ളാപ്പള്ളി നടേശന്റെ നേതൃത്വത്തിൽ ബദൽ പദയാത്ര നടത്തി. ആ ബദൽ പദയാത്രയ്ക്ക് നേതൃത്വം കൊടുത്ത വെള്ളാപ്പള്ളി നടേശന് അതിന്റെ പരിസരത്തെത്താൻ കഴിഞ്ഞില്ല. മാത്രവുമല്ല, അതിനുശേഷം 2-3 അപകടങ്ങളും വെള്ളാപ്പള്ളി നടേശനുണ്ടായി. അതിനും ശേഷം അത്രമാത്രം ഗുരുതരമായ ഗുരുദേവന്റെ ആ തീർത്ഥാടന യാത്രയെ പോലും അപഹസിക്കാൻ ശ്രമിച്ച അദ്ദേഹം ഇപ്പോ കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് ശിവഗിരി തീർത്ഥാടന യാത്രാ ദിവസമായ ജനുവരി 1-ന് മതില് പണിയാൻ പോയി ശിവഗിരി തീർത്ഥാടനത്തെ അപഹസിച്ചു. അതേ നടേശൻ ഇന്ന് പുതിയ സംരംഭവുമായി ഇറങ്ങിയിരിക്കുന്നു. ഈ തീർത്ഥാടന യാത്രയെ കലുഷിതമാക്കുവാൻ ഈ ജനുവരി 1-ന് ശിവഗിരിയുടെ ഔദ്യോഗികമായ ഘോഷയാത്ര ദിവസം തന്നെ ശിവഗിരിയുടെ തൊട്ടടുത്ത പ്രദേശത്തു നിന്നും അവിടെ വന്നിറങ്ങുന്ന തീർത്ഥാടകരെ ഉപയോഗിച്ച് അതിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ബദൽ യാത്ര നടത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതായിട്ട് വളരെ വ്യക്തമായ അറിവ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്തരം ഗുരുനിന്ദകനായ വെള്ളാപ്പള്ളി നടേശനെതിരായി ഈ സമൂഹം പ്രതികരിക്കണമെന്നും ഈ സമൂഹത്തിന്റെയും ഈ ശ്രീനാരായണ സമൂഹത്തും വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന മദ്യം മാഫിയയെ തിരിച്ചറിയണമെന്നും അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്.